കിടലം. ഇവിടെ അമേസി ഇല്ല, ഒരു കുമേസി ഇല്ല, ഒരു ഉമ്മിക്കരിയും ഇല്ല. ഇതാണ് ലാലേട്ടൻ. ഇതാണ് ലാലേട്ടൻ തുടരും. അയാളെ ഇവരൊക്കെ എല്ലാത്തിലുള്ള തിരിച്ചടിയാണ് ലാലേട്ടൻ ഇവിടെ തുടരും. മോഹൻലാലിനെ കാണാൻ ആഗ്രഹിച്ച ഒരു 90s ഒരു മോഹൻലാൽ ഇല്ലേ, അതേപോലെ നല്ല സൂപ്പർ ഇൻട്രോ, നല്ല രസമുണ്ട്, നല്ല മൂവിയാണ് അത്. വാലിബനോ എംപുരാനോ അതൊന്നും വെച്ച് ഈ മൂവി ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്. ഈ മൂവി എന്ന് വെച്ചാൽ 90s കിഡ്സാണ്. ഇപ്പം ഞാൻ 90 കിഡ്. നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു മോഹൻലാലുണ്ട്, ആ ഒരു പീക്ക് സമയത്ത് വന്നിരുന്ന ആ മോഹൻലാലിനെ കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. മീൻസ് ലൈക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറെ പണ്ടത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ ഈ മൂവിയിലും. എനിക്ക് പേഴ്സണലി എമ്പുരാൻ കണ്ടിരുന്നതിൽ എടുത്ത രീതിയിലല്ല, മോഹൻലാലിന്റെ അഭിനയത്തിൽ ദിസ് ഇസ് ദ ടോപ്പ് നോട്ട് സ്റ്റഫ്. ഒന്നും പറയില്ല. ബിക്കോസ് ഏത് പാർട്ടാണ് നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റാർട്ടിങ് ടു എൻഡ് രക്ഷയില്ലാതാക്കി. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഉറപ്പായിട്ട് ഫാമിലി ഫാൻസ് എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും വളരെ എന്റർടൈനർ. ലാലിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്ത് പറയാം. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അയ്യോ, ഒരു രക്ഷയില്ല.